ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം പറഞ്ഞിപ്പന്നെ. അപ്പം ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ കുറച്ച് നേരം നടക്കും. അപ്പം അങ്ങനെ നടക്കാൻ പോണതിൻ്റെ സന്തോഷമാണ് ആൾക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറേ നാളായല്ലോ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഇവന് കൊടുക്കുന്ന ഒരു ഫുഡിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ കൊടുക്കുന്ന ഇതെന്ന് പറയുന്നത് റാഗി കൊടുക്കാറുണ്ട് ഇവന്, പിന്നെ കായയുടെ ഇത് കൊടുക്കാറുണ്ട്. പിന്നെന്താ, ഇവിടെ വെട്ടം കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ ബേബിക്ക് ഏത് ഫുഡൊക്കെ കൊടുക്കണേന്നുള്ളത് കമൻസിൽ പറഞ്ഞോളൂ. അപ്പം നമ്മൾ കൊടുക്കാത്ത ഫുഡ് വല്ലതാണെങ്കിൽ നമുക്കറിയാമല്ലോ. അതന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പേരയ്ക്കയാണ് കൊടുക്കുന്നത്. ഇത് വേവിച്ചിട്ടാണ് കൊടുക്കുക. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാട്ടിത്തരാം. അപ്പം നമുക്ക് പൊട്ടിച്ചുകൊണ്ട് വന്ന പേരയ്ക്കാണ് നമ്മളിന്ന് ബേബിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് തന്നെ മാക്സിമം കൊടുക്കാൻ നമ്മൾ നോക്കാം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിലുള്ള ചെറിയ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഈ കുരുകളില്ലേ അതൊക്കെ കളഞ്ഞിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഉടച്ചിട്ടാണ് കൊച്ചിന് കൊടുക്കുന്നത്. ഞാനെങ്ങനെയാണ് കാട്ടിത്തരാം കേട്ടോ. പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് എന്തൊക്കെ ബേബി ഫുഡൊക്കെ കൊടുക്കണമെന്നും കൂടി കമൻസിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അറിയില്ലാത്തവർക്കും പിന്നെ എനിക്കാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പീസുകളായിട്ട് എടുത്തേക്കാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു കഴമ്പം പിന്നെ കുരുക്കളും അത് മാറ്റി ഇങ്ങനെ പീസുകളായിട്ട് എടുക്കും. പിന്നെ ഇത് വേവിച്ചെടുത്തിട്ട് ആവിയിൽ കയറ്റി വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് ബേബിക്ക് കൊടുക്കും. കാട്ടിത്തരാം കേട്ടോ. ഇനി സെറ്റായി. ഇനി നമുക്ക് വേവിച്ചെടുത്തിട്ട് കാണിക്കാം. വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മളതിൽ ചൂടുവെള്ളം, അതായത് തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതവന് കൊടുക്കും. വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടില്ല. പേരയ്ക്കും പിന്നെ മിക്സിയിലടിക്കാൻ നേരത്ത് ഇത്തിരി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേബിക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വൈകിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ആളത് കഴിച്ചോളും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.